പെരിയത്തുകാവ് വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു കേസാണ്. അതിൽ കോടതിയിലുണ്ടായ വിധിയെ തുടർന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ മുമ്പിൽ ഇത് പുറത്ത് ചർച്ച ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കുക എന്ന ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിഷയം രമ്യമായി പരിഹരിക്കുക, ഇരു കൂട്ടരുമായി സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന് മുമ്പിലുള്ള മാർഗം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല അല്ലെങ്കിൽ പെരുവഴിയിലാക്കരുത് എന്ന താല്പര്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇതിന്റെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവരുടെ താല്പര്യങ്ങളും ഈ കുടുംബങ്ങളുടെ താല്പര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങൾ അത്രയും മണിക്കൂറുകളോളം ഞങ്ങൾ ചർച്ചകൾ നടത്തിയത്. അപ്പോൾ ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പല നിർദ്ദേശങ്ങളും തുടക്കത്തിൽ വന്നിരുന്നു. ആ നിർദ്ദേശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് ഇവരുടെ മുന്നിൽ വെച്ച ഒരു നിർദ്ദേശം, എല്ലാ വശങ്ങളും പരിശോധിച്ച് അവരുടെ മുന്നിൽ വെച്ച നിർദ്ദേശം, ഈ തർക്കഭൂമിയിൽ തന്നെ 5 സെന്റ് ഭൂമി ഈ ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കാനും അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള വഴി പൊതുവഴിയായിട്ട് പഞ്ചായത്ത് വഴിയായിട്ട് ലഭ്യമാക്കാനും അവർ നൽകുന്ന ഈ ഭൂമിയിൽ അവർക്ക് ഈ കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ സാധിക്കുന്ന തരത്തിൽ 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത ഒരു വീട് അത് ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് ഈ ഓരോ കുടുംബങ്ങൾക്കും വെച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ വെച്ചത്. അത് ഇരു കൂട്ടരുമായിട്ടും സംസാരിച്ചു. ദീർഘനേരം സംസാരിക്കേണ്ടി വന്നു. പല ആവർത്തി ചർച്ചകൾ നടത്തേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അത് ഇരു കൂട്ടരും എത്തുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 5 സെന്റ് ഭൂമി നമ്മളവിടെ അളന്ന് തിട്ടപ്പെടുത്തി ഓരോ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുകയും അവിടെ സർക്കാർ മുൻകൈയെടുത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യും. ഇത് എത്രയും വേഗം ഇത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ ഒരു 10 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഈ കുടുംബങ്ങളെ ആ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവുന്നതുവരെ അല്ലെങ്കിൽ അവർക്ക് അവിടേക്ക് മാറാനുള്ള സാഹചര്യമാവുന്നതുവരെ നിലവിലുള്ള ഭവനങ്ങളിൽ തന്നെ അവർക്ക് താമസിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക, ഒരു സാവകാശം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇരു കൂട്ടരും അവർക്ക് മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ട്. സ്വാഭാവികമായും ഈ വീടുകൾ വർഷങ്ങളായി അവർ താമസിക്കുന്ന ആ ഭവനത്തിൽ നിന്നും അവർക്ക് മാറിപ്പോകേണ്ടുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഈ കുടുംബങ്ങൾക്ക് ആശങ്കയുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വന്നതും അത് അവർ ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്.